ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ആളോട് ഉപദേശങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ, അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്കിന്ന് അങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയൊക്കെയാണ് ചോദിക്കുക? നമ്മൾ എന്താ നിൻ്റെ അഭിപ്രായം എന്ന് മാത്രമാണോ പറയുക? അല്ല, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്, പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആസ്കിങ് സംവൺസ് ഒപ്പീനിയൻ. നമ്മൾ ഒരാളുടെ അഭിപ്രായം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ പല രീതിയിൽ സംസാരിക്കാറുണ്ടല്ലേ. എന്താ നിൻ്റെ അഭിപ്രായം എന്ന് പറയാറുണ്ട്. അതിനെപ്പറ്റി നീ എന്തു പറയുന്നു, നിൻ്റെ ഒരു കാഴ്ചപ്പാടില്ലേ അതെങ്ങനെയാണ് അല്ലേ, അതിനെപ്പറ്റി നീ എന്ത് ചിന്തിക്കുന്നു അല്ലേ, നിൻ്റെ അഭിപ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല രീതിയിലാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ പോവാണ്. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട്. ഒരാളോട് സാധാരണ രീതിയിൽ, നോർമലായ രീതിയിൽ നമ്മൾ പറയുന്ന ഒരു ശൈലിയാണ് എന്താണ് അതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം അല്ലേ, എന്താണ് അതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്: വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് അവർ ന്യൂ പ്രൊജക്റ്റ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് അവർ ന്യൂ പ്രൊജക്റ്റ്. നമ്മുടെ പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് അവർ ന്യൂ പ്ലാൻ. നമ്മുടെ പുതിയ പദ്ധതിയെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് അവർ ന്യൂ കാർ. നമ്മുടെ പുതിയ കാറിനെ കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? ഇനി നമ്മൾ രണ്ടാമതായിട്ട് പറയുന്ന ശൈലി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: വാട്ട് ഡു യു തിങ്ക് അബൌട്ട്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട്. നീ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിൻ്റെ അഭിപ്രായം എന്നല്ല ചോദിച്ചത്, നീ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ച് നീ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നാണ് ചോദിച്ചത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും: വാട്ട് ഡു യു തിങ്ക് അബൌട്ട് അവർ ന്യൂ പ്രൊജക്റ്റ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് അവർ ന്യൂ പ്രൊജക്റ്റ്. നമ്മുടെ പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് നീ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് അവർ നെക്സ്റ്റ് ഡേയ്സ് പ്ലാൻ. നമ്മുടെ അടുത്ത ദിവസത്തെ പ്ലാനിനെ കുറിച്ച് നീ എന്താണ് ചിന്തിക്കുന്നത്? ഇനി ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലൂടെ പറയാം: ഹൗ ഡു യു ഫീൽ അബൌട്ട്. ഹൗ ഡു യു ഫീൽ അബൌട്ട്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹൗ ഡു യു ഫീൽ അബൌട്ട്. അതിനെക്കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു, അതിനെക്കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെയും പറയാൻ പറ്റും എന്നുള്ളതാണ്. ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ്. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഹിസ് വേർഡ്സ്. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഹിസ് വേർഡ്സ്. അയാളുടെ വാക്കുകളെ കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? ശരിയാണോ? അയാൾ പറഞ്ഞത് ശരിയാവും തോന്നുന്നുണ്ടോ? ഹൗ ഡു യു ഫീൽ അബൌട്ട് ഹിസ് ഒപ്പീനിയൻ. അയാളുടെ അഭിപ്രായത്തെക്കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ് റൂം. ഈ റൂമിനെ കുറിച്ച്, ഈ മുറിയെക്കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ് ന്യൂ ഹോം. ഈ പുതിയ വീടിനെ കുറിച്ച് നിനക്ക് എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ അബൌട്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി മറ്റൊരു ശൈലി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: വാട്ട് ആർ യുവർ വ്യൂസ്. വാട്ട് ആർ യുവർ വ്യൂസ് ഓൺ ഗവൺമെൻറ് ടാക്സസ്. ഗവൺമെൻറ് ടാക്സിനെ കുറിച്ച് നിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? കാഴ്ചപ്പാട് അങ്ങനെ പറയാറുണ്ടല്ലേ നമ്മൾ. വാട്ട് ആർ യുവർ വ്യൂസ്. വാട്ട് ആർ യുവർ വ്യൂസ് എന്നാണ് നമ്മൾ പറയുന്നത്. നിൻ്റെ ഒരു വീക്ഷണം അല്ലേ, നിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? അപ്പോൾ വാട്ട് ആർ യുവർ വ്യൂസ് ഓൺ ഗവൺമെൻറ് ടാക്സസ്. ഗവൺമെൻറ് ടാക്സസിനെ കുറിച്ച് നിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? വാട്ട് ആർ യുവർ വ്യൂസ് ഓൺ ന്യൂ എക്കണോമിക് പോളിസി. പുതിയ സാമ്പത്തിക നയത്തെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? വാട്ട് ആർ യുവർ വ്യൂസ് ഓൺ ന്യൂ ബജറ്റ്. പുതിയ ബജറ്റിനെ കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? ഓക്കെ, വാട്ട് ആർ യുവർ വ്യൂസ് ഓൺ ന്യൂ ടെക്നോളജീസ്. ആധുനിക ടെക്നോളജിയെക്കുറിച്ച് നിൻ്റെ ഒരു വ്യൂസ്, അതിനെപ്പറ്റി നിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? അപ്പോൾ വാട്ട് ആർ യുവർ വ്യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. കിട്ടിയല്ലോ? ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ. ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ. നേരത്തെ പറഞ്ഞു തന്നെയാണ്, മറ്റൊരു ശൈലിയിൽ നമ്മൾ പറയുന്നതാണ് ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ. നിൻ്റെ ഒരു വീക്ഷണത്തിൽ, നിൻ്റെ ഒരു വീക്ഷണത്തിൽ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ. നിൻ്റെ ഒരു ഭാഗത്ത്, നിൻ്റെ ഒരു വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ പറയാണ്: ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ ഹൂ വിൽ വിൻ ടുഡേയ്സ് മാച്ച്. നിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നത്തെ മത്സരം ആര് വിജയിക്കും? ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ ഹൂ വിൽ വിൻ ടുഡേയ്സ് മാച്ച്. നിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നത്തെ മത്സരം, കോമ്പറ്റീഷൻ ആര് വിജയിക്കുമെന്നാണ് നീ വിചാരിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയും പറയാം. ഇനി നമ്മുടെ അവസാനത്തെ ശൈലി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഒരാളിങ്ങനെ ചോദിക്കുകയാണ്, നമുക്കിന്നൊരു റൈഡ് പോയാലോ? നീ എന്ത് പറയുന്നു? നീ എന്ത് പറയുന്നു? വാട്ട് വുഡ് യു സേ. വാട്ട് വുഡ് യു സേ എന്നാണ്. ഷാൽ വി ഗോ ഫോർ എ റൈഡ്? വാട്ട് വുഡ് യു സേ. നീ എന്ത് പറയുന്നു? വാട്ട് വുഡ് യു സേ ഇഫ് വി ഗോ ഫോർ എ റൈഡ്. നമ്മളൊരു റൈഡ് പോവാണെന്ന് വിചാരിക്കുക, നീ എന്ത് പറയുന്നു? നമുക്ക് പോയാലോ? വാട്ട് വുഡ് യു
സേ. അപ്പോൾ വാട്ട് വുഡ് യു സേ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ തന്നെ ഒരാളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വാക്കുകളാണ്, സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇനി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത്, പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ശൈലികൾ കൂടി നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു യൂസ്ഫുള്ളായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.